എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ പുതിയൊരു പേപ്പറാണ് പഠിക്കുന്നത്. നിങ്ങളുടെ തേർഡ് സെമിസ്റ്ററിൻ്റെ പേപ്പർ സെൻട്രൽ തീംസ് ഇൻ ഇന്ത്യൻ ഇക്കോണമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വിവിധ വശങ്ങളാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ അതിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ കാര്യം നമ്മളിന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്, ഫസ്റ്റ് മൊഡ്യൂൾ ഇതാണ്: ഇന്ത്യ ഇൻ ദി ഗ്ലോബൽ സിനാരിയോ. ആഗോള തലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്, എന്താണ്, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് ഇക്കോണമിയാണ്. വി ആർ മൂവിങ് ടുവേർഡ്സ് ഡെവലപ്മെൻറ്റ്, വികസനത്തിലേക്ക് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നൊരു ഇക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വികസന പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുണ്ട്. നമ്മളൊരു വികസിത രാജ്യമായിട്ട് മാറിയിട്ടില്ല, വികസനത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒരു ഇന്ത്യൻ ഇക്കോണമീൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ? വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി? ബേസിക് characteristics of Indian economy. What are the basic characteristics of Indian economy? First, low per capita income, കുറഞ്ഞ പ്രതിശീർഷ വരുമാനം. ഇന്ത്യൻ ഇക്കോണമി നേരിടുന്ന ഏറ്റവും സീവിയർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് കുറഞ്ഞ പ്രതിശീർഷ വരുമാനം. ലോകരാജ്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ താഴെയാണ്. പ്രതിശീർഷ വരുമാനത്തിൽ നമ്മൾ 126ാമത്തെ സ്ഥാനത്താണ്, 126th പൊസിഷൻ. ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം 1,26,408. ദാറ്റ് ഈസ് ദി പെർ ക്യാപിറ്റ ഇൻകം ഓഫ് ഇന്ത്യ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാ പൗരന്മാർക്കും കിട്ടുന്ന പണം കരുതണ്ട. നമ്മൾ ഇന്ത്യയുടെ മൊത്തം ദേശീയ വരുമാനത്തിനെ ജനങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശരാശരി ഫിഗറാണ് പെർ ക്യാപിറ്റ ഇൻകം. അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും കിട്ടുമെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. കുറേ ആൾക്കാർക്ക് ധാരാളം പണം കിട്ടുന്നുണ്ടാവും, കുറേ ആൾക്കാർക്ക് തീരെ പണം കിട്ടുന്നുണ്ടാവില്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടുന്നുണ്ടാവും. അപ്പോൾ ശരാശരിയാണ് 1,26,408. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ കാര്യത്തിൽ ലോകരാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം ഖത്തറാണ്. ചെറിയ രാജ്യമാണ്, ധാരാളം എണ്ണ ഉൽപ്പാദനം നടക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിശീർഷ വരുമാനം ഉള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ ലോ പെർ ക്യാപിറ്റ ഇൻകം ഈസ് എ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. ദെൻ ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. വരുമാനത്തിൻ്റെ വിതരണത്തിൽ വളരെ വലിയ അസമത്വം ഇന്ത്യയിലുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലാണ്. അതായത് 80% പണവും കൈവശം വച്ചിരിക്കുന്നത് 10% വരുന്ന ന്യൂനപക്ഷമാണ്. 10% വരുന്ന വൻകിട വ്യവസായികളും സമ്പന്നരുമാണ് ഇന്ത്യയുടെ 80%ഓളം വരുമാനം കൈയടക്കി വച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 20% ജനങ്ങൾക്ക് കിട്ടുന്നത്, ബാക്കിയുള്ള 90% ജനങ്ങൾക്ക് കിട്ടുന്നത് വെറും വരുമാനത്തിൻ്റെ 20% മാത്രമാണ്. അപ്പോൾ ആ അന്തരം, ഡിഫറൻസ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയുടെ മൊത്തം സമ്പത്ത് അതിൻ്റെ 80% എന്ന് പറഞ്ഞാൽ 1/4 ആരുടെ കൈകളിലാണ്? 10% വരുന്ന ജനങ്ങളുടെ കയ്യിലാണ്, അതിസമ്പന്നരുടെ കയ്യിലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അതിനാണ് നമ്മൾ ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് എന്ന് പറയാം. മറ്റൊന്ന്, ഹെവി പോപ്പുലേഷൻ പ്രഷർ. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ് ജനസംഖ്യാ വർധനവ്. ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന സ്റ്റേജിലാണുള്ളത്. ജനസംഖ്യാ വിസ്ഫോടനം. രാജ്യത്തിന് താങ്ങാൻ പറ്റുന്നതിലും കൂടുതൽ ജനസംഖ്യ ഇവിടെ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ലോകരാജ്യങ്ങൾക്കിടയിൽ
ഇന്ത്യയുടെ സ്ഥാനം 2 ജനസംഖ്യയുടെ കാര്യത്തിൽ. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് സെക്കൻഡ്. ഇന്ത്യയുടെ നിലവിലുള്ള ജനസംഖ്യ 138 കോടി, 138 crores, സെക്കൻഡ് പൊസിഷനാണ്. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളിലൊക്കെ ജനസംഖ്യ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. USA യിൽ 33 crores മാത്രമേ ഉള്ളൂ. ദെൻ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യത്തിലും ഇന്ത്യ വളരെ ഹൈ ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞാൽ ജനങ്ങൾ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം, അതും ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ കൂടുതലാണ്. വെരി ഹൈ, വളരെ തിക്ലി പോപ്പുലേറ്റഡ് ആണ് ഇന്ത്യ. ഇന്ത്യയുടെ ലാൻഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേൾഡ് ലാൻഡ് ഏരിയയുടെ 2%. നേരെ മറിച്ച് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ വേൾഡ് പോപ്പുലേഷൻ്റെ 17.7%. ഇപ്പം 2% മാത്രം വരുന്ന സ്ഥലത്ത് 17.7% ജനങ്ങളെ താമസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഡെൻസിറ്റി വളരെ കൂടും, പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ കൂടും. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഹെവി പോപ്പുലേഷൻ പ്രഷർ. ദെൻ പ്രിഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ. കാർഷിക മേഖലയ്ക്ക് അമിതമായ പ്രാധാന്യം ഇന്ത്യയിലുണ്ട്. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് കാർഷിക മേഖലയിലാണ്. 60% ഓഫ് പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ അഗ്രികൾച്ചർ. നേരെ മറിച്ച് വികസിത രാജ്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ കാർഷിക മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. 10% ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. അവിടെ വ്യാവസായിക മേഖലയിലും ടെറിഷറി സെക്ടറിലൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത്. നേരെ മറിച്ച് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ, ഡെവലപ്പിംഗ് ഇക്കോണമീസിൽ കാർഷിക മേഖലക്കാണ് ഇപ്പോഴും കൂടുതൽ പ്രാധാന്യം. മറ്റൊന്ന് അൺഎംപ്ലോയ്മെൻറ്റ്. ഇന്ത്യയിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റിന് കാരണം ഈ വർദ്ധിച്ചു വരുന്ന ജനങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോബ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെൻറ്റ് 15.5% ആണ്. ടോട്ടൽ പോപ്പുലേഷൻ്റെ, വർക്കിംഗ് പോപ്പുലേഷൻ്റെ 15.5% അൺഎംപ്ലോയബിൾ, തൊഴിൽ രഹിതരാണ്. അമേരിക്കയിലാണെങ്കിൽ അത് 3.9% മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ കാര്യം നമ്മൾ പറയുന്നത് പറഞ്ഞാൽ വികസിത രാജ്യങ്ങളുടെ ഒരു എക്സാമ്പിളായിട്ടാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിൽ അൺഎംപ്ലോയ്മെൻറ്റ് 3.9% മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലാണെങ്കിൽ അത് 15.5%. ദെൻ ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഏത് രാജ്യത്തിൻ്റെയും വികസനത്തിന് ഏറ്റവും അടിസ്ഥാനം ക്യാപിറ്റലാണ്, മൂലധനം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് മൂലധനം ഇവിടെ ഉണ്ടാവുന്നത് വളരെ കുറവാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ വളരെ കുറവാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ഓൺലി 29% ഓഫ് ദി GDP. ഇവിടെ ഇന്ത്യയിലെ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര മാത്രമേ ഉള്ളൂ? നമ്മുടെ ടോട്ടൽ GDPയുടെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ 29%. നമുക്ക് ദേശീയ വരുമാനത്തിൻ്റെ എന്ന് പറയാം. ദേശീയ വരുമാനത്തിൻ്റെ 29% മാത്രമേ ഇവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുന്നുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. മറ്റൊന്ന് ലോ ലെവൽ ഓഫ് ടെക്നോളജി. ഇന്ത്യയിലുള്ള സാങ്കേതിക വിദ്യ വളരെ താഴ്ന്നതാണ്. നമ്മൾ മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ സാങ്കേതിക വിദ്യ എല്ലാ മേഖലയിലും, അത് കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും നമ്മുടെ ടെക്നോളജി വളരെ കുറവാണ്. ലോ ലെവൽ ഓഫ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉൽപ്പാദനവും കുറവാണ്. ടെക്നോളജിയിലുള്ള കുറവ് നമ്മുടെ ഉൽപ്പാദനത്തെയും ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്.
നമുക്ക് ധാരാളം പ്രകൃതി വിഭവങ്ങൾ ഇവിടെയുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളായ പ്രകൃതി വിഭവങ്ങളുണ്ട്. നമുക്ക് കടലുണ്ട്, മലകളുണ്ട്, പർവ്വതങ്ങളുണ്ട്, സമതലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ റിസോഴ്സസ് മുഴുവൻ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. അണ്ടർ യൂട്ടിലൈസേഷനാണ്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ നമുക്ക് ഇത്തരം പ്രകൃതി വിഭവങ്ങൾ, നാച്ചുറൽ റിസോഴ്സസ് ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ദേശീയ വരുമാനമൊക്കെ വർദ്ധിപ്പിക്കാനും രാജ്യത്തിൻ്റെ പുരോഗതി നേടാനൊക്കെ സാധിക്കും. ദെൻ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു രാജ്യത്തിനും വികസനത്തിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, റോഡ്സ് വേണം, ബ്രിഡ്ജസ് വേണം, മറ്റ് കടൽമാർഗമുള്ള യാത്ര, എയർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണം. പിന്നെ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, അല്ലേ, ടെലിഫോൺ, മറ്റ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, ദെൻ ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇങ്ങനെയുള്ള ധാരാളം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് വികസനം ഉണ്ടാവും. പുതിയ പുതിയ ഉൽപ്പാദന യൂണിറ്റുകളൊക്കെ വരണമെങ്കിൽ അവർക്കൊക്കെ ഇത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ഇന്ത്യയിലുണ്ട്. ദെൻ പ്രൈസ് ഇൻസ്റ്റബിലിറ്റി. പ്രൈസ് ഇൻസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ വസ്തുക്കളുടെ വില എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ് ആണ്, കൂടിയും കുറഞ്ഞും ഇരിക്കും. അപ്പോൾ ഇങ്ങനെ വസ്തുക്കളുടെ വിലയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് എന്താ പ്രശ്നം ഉണ്ടാക്കുക? സ്വാഭാവികമായിട്ടും വസ്തുക്കളുടെ വിലയിൽ എപ്പോഴും ഇങ്ങനെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പം അത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദകരെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഒരു അൺസേർട്ടനിറ്റി ഉണ്ടാകും, അനിശ്ചിതത്വം. ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നത്തിന് വില കിട്ടുമോ അല്ലേ കിട്ടൂലോ എന്നുള്ളൊരു എപ്പോഴും അവർക്കൊരു അനിശ്ചിതത്വം ഉണ്ടാവും. കാരണം ഉൽപ്പാദിപ്പിച്ച് കഴിയുമ്പോഴായിരിക്കും വില കുറയുക, അല്ലേ, ഉൽപ്പാദനം നിർത്തുമ്പോഴായിരിക്കും വില കൂടുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റബിലിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഒരിക്കലും ഉൽപ്പാദകർക്ക് നിക്ഷേപിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഉൽപ്പാദകർ നിക്ഷേപിച്ച് വസ്തുക്കൾ മാർക്കറ്റിൽ കൊണ്ടുപോകുമ്പോൾ ചിലപ്പം വില കുറയും, അപ്പോൾ അവർക്ക് വലിയ നഷ്ടം വരും. അപ്പോൾ ഈ പ്രൈസ് ഇൻസ്റ്റബിലിറ്റി ഒരിക്കലും ഒരു രാജ്യത്തിന് നല്ലതല്ല. വികസനത്തിലേക്ക് ഉള്ള ഒരു തടസ്സമാണ് പ്രൈസ് ഇൻസ്റ്റബിലിറ്റി. സ്റ്റേബിൾ, മോർ ഓർ ലെസ് സ്റ്റേബിൾ ആയിരിക്കണം പ്രൈസ്. എപ്പോഴും ഒരേ പ്രൈസ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. പ്രൈസിൽ ചെറിയ ചെറിയ വർധനം എന്തായാലും വികസനത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവണം. പക്ഷേ ഇങ്ങനെയുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല. വളരെ വലിയ പ്രൈസ് കൂടുക, പിന്നെ വളരെ താഴേക്ക് വരിക, ഈ രീതിയിൽ ഉണ്ടാകുന്ന രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നല്ലതല്ല. അപ്പോൾ ഇത്രയാണ് ഒരു ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ, ബേസിക് ഫീച്ചേഴ്സ്. നമ്പറിലൊക്കെ ചെറിയ വ്യത്യാസം കാണും, അത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒന്ന് ലോ പെർ ക്യാപിറ്റ ഇൻകം, 2 ഇനീക്വാലിറ്റി ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, 3 ഹെവി പോപ്പുലേഷൻ പ്രഷർ, 4 പ്രിഡോമിനൻസ് ഓഫ് അഗ്രികൾച്ചർ, 5 അൺഎംപ്ലോയ്മെൻറ്റ്, 6 ലോ റേറ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർമേഷൻ, 7 ലോ ലെവൽ ഓഫ് ടെക്നോളജി, 8 അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, 9 ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ആൻഡ് 10 പ്രൈസ് ഇൻസ്റ്റബിലിറ്റി. അങ്ങനെ 10 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ നോട്ടും കൂടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് എഴുതി ഈ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ളവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.